ഹായ് ഫ്രണ്ട്സ്, ഇനിയൊരു ടിപ്സ് എന്ന് പറയാനായിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ ചെയിന് എങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കാം, സ്മോൾ ആക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ടിപ്സ് വീഡിയോ ആണ്. വെറുതെ ചെയിൻ അഴിഞ്ഞു പോകുന്നതിന് ചെറിയൊരു പരിഹാരം ഏതൊരു ആൾക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ എല്ലാ ചെയിനിലും ഇതുപോലൊരു ലോക്ക് സിസ്റ്റം ഉണ്ടാകും. അത് നമ്മൾ ആദ്യം എടുക്കുക. ഇതേപോലെ ഒരു ലോക്കാണ്, അതൊരു സർക്കിൾ പ്ലെയർ വെച്ച് ചെറുതായിട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ പോരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് എടുത്ത് മാറ്റുക ചെയിനിൻ്റെ. അപ്പം അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡത്തെ പ്ലേറ്റ് 2 സ്റ്റിക്കോട് കൂടിയിട്ടായിരിക്കും, അത് അഴിച്ചെടുക്കുക. ആ ചെയിൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ചെയിനിൻ്റെ 2 കണ്ണി വിട്ടിട്ട് ആ പിന്ന് തട്ടിയെടുക്കുക. ചെറിയൊരു ഷാഫ്റ്റോ ആണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല തട്ടി കഴിഞ്ഞാൽ അത് പോരും, വലിയ ടൈറ്റ് ഉണ്ടാവില്ല. അത് ഇളക്കിയിട്ട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് ഇളക്കി എടുത്തതിന് ശേഷം റിപ്പീറ്റ് ആ ചെയിൻ അതുപോലെ തന്നെ വെച്ചിട്ട് മറ്റേ നേരത്തെ നമ്മൾ ഊരിയിട്ടുള്ള ചെയിൻ ലോക്ക് എടുത്തിട്ട് ആ ലോക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്യാനുള്ള രീതിയാണ് എല്ലാ ചെയിനും ഉണ്ടാവുക. അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ അഴിച്ചിട്ടുള്ള ആ പ്ലേറ്റും അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ അഴിച്ചിട്ടുള്ള ആ ചെറിയ കുഞ്ഞു ലോക്ക് അതതിന് വെച്ചിട്ട് ജസ്റ്റ് സർക്കിളിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കൈക്കോ തള്ളിയാൽ തന്നെ അത് കയറും. സർക്കിളിപ്പ് കൊണ്ട് നൈസായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കയറി കിടന്നോളും. ഓക്കെ, ഇതാ പ്രസ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ചെയിൻ ഓക്കെ ആയി. അതിന് ശേഷം നമുക്ക് ചെയിൻ അടിയിൽ നിന്ന് മുകളിലോട്ട് സൈക്കിൾ ചരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയാൽ ഓക്കെ, ചെയിനും പെട്ടു. ഇത് വെറുതെ ചെയിൻ അഴിഞ്ഞു പോകുന്നതിന് ചെറിയൊരു പരിഹാരമാണ്. ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, എന്നാലും ചെറിയൊരു ടിപ്സ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു മാത്രം. അതിന് ശേഷം ചെയിന് ബാക്കിലോട്ട് എത്ര വേണം നമുക്ക് ഡിസ്റ്റൻസ്, ചെയിൻ എത്ര ലൂസ് വേണം നോക്കിയതിന് ശേഷം വീല് സെൻറ്റർ പിടിച്ചതിന് ശേഷം സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്യാം. 14-15 അത്യാവശ്യം സൈക്കിളുകളുടെയൊക്കെ സ്പാനർ 14-15 ആയിരിക്കും. അത് വെച്ചിട്ട് നല്ലോണം എത്രയാണോ ടൈറ്റ് ആ സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പുറത്തെ സൈഡും ചെയിനിൻ്റെ പ്ലേ നോക്കിയതിന് ശേഷം ഇപ്പുറത്തും ടൈറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൊച്ചു പിള്ളേർ ചവിട്ടി പോകുമ്പോൾ ലൂസായി പോകരുത്. അതുപോലെ നല്ല ലൂസിനനുസരിച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ചെയ്യാനുള്ളത് ചെയിനിൽ ഓയിൽ കൊടുക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ കണ്ണിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്തിടുക. താങ്ക് യു.